എന്നാണെന്നുണ്ടെങ്കിൽ ഒരു ആവശ്യത്തിന് കുമാരനെല്ലൂരൊന്ന് പോയതാട്ടോ. അപ്പോൾ പാലം കയറി തൊട്ട് മുമ്പായിട്ട് റോഡിൻ്റെ സൈഡിൽ ഇതുപോലെ കുറേ അടിപൊളി കൃഷ്ണനെയും ബുദ്ധനെയും ദേവിമാരെയൊക്കെ ഇട്ട് വിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് പോയി ഞാനും എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തെങ്കിലും ഒന്ന് മേടിക്കാണ്ട് ഇറങ്ങി പോരുന്നത് എങ്ങനെയാണെന്നൊരു തോന്നൽ വന്നു. കുറേ നേരം ഞങ്ങളവിടെ പോയി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണനൊക്കെയാണ് പല കളറിലെ കൃഷ്ണനുണ്ട്. എന്നാണല്ലോ വിഷുവിന് കളറാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കളറുള്ള കൃഷ്ണനും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വിലയാണെങ്കിലും അത്യാവശ്യം കൂടുതലൊന്നുമല്ല, കുഴപ്പമില്ലാത്ത വിലയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വീട്ടിൽ വന്ന് അച്ഛനോട് അമ്മയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് ഇത്രയും വിലയൊന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ കാണുന്ന കൃഷ്ണനെ കണ്ടോ, നല്ല രസമല്ലേ. അപ്പോൾ ഇതിനൊരു കുട്ടി കൃഷ്ണനെ ഞാനും മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളർ കണ്ടിട്ടൊരു ആൻറ്റിക് പീസൊക്കെ പോലെ എനിക്കും തോന്നി. സംഭവം പ്ലാസ്റ്റർ പാരീസാണേ. എന്നാണ് സാധനം കൊള്ളാമല്ലേ. 200 രൂപ എനിക്ക് അത്ര വലിയ കൂടുതലായിട്ടൊന്നും തോന്നുന്നില്ല. അതെ, ഇതിൻ്റെ ഒരു കുട്ടി കൃഷ്ണനെ ഞാൻ മേടിച്ചു. പിന്നെ ഇതേ കൂട്ടത്തിൽ വന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതേ ബുദ്ധനെ ആട്ടോ മേടിച്ചത്. അവിടെ ഭയങ്കര സമാധാനം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആൾ മേടിച്ച ശ്രീബുദ്ധനായിട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തത് ഞാൻ. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊന്ന് നോക്കി മേടിക്കണം. കാര്യം വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നോക്കി കണ്ട് മേടിച്ചാൽ നല്ലത് വീട്ടിൽ കൊണ്ടുപോകും. ഇതാട്ടോ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത ശ്രീബുദ്ധൻ. സംഭവം കൊള്ളാം. ഈ ശ്രീബുദ്ധൻ എങ്ങാണ്ട് 250 രൂപയും ഞാൻ മേടിച്ച കൃഷ്ണൻ എങ്ങാണ്ട് 200 രൂപയുള്ളൂ കേട്ടോ. അതിന് തൊട്ട് മുമ്പ് കാണിച്ച കുട്ടി കൃഷ്ണനാണ്.